ലൂക്കോസ് 6:20 നമ്മുടെ കർത്താവ് പറയുക, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യം എന്നൊക്കെയുള്ള ഒരു വാക്ക് മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കയല്ല. ഒരു പരിധിവരെ എല്ലാ ദാരിദ്ര്യങ്ങളും ഒഴിവാക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് മനുഷ്യൻ. പക്ഷെ ഈ വഴിയാത്രയിലും എവിടെയൊക്കെയോ ദരിദ്രരായി പോകുന്ന ഒത്തിരി പേരുണ്ട്. ദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല. നമ്മൾ ഇന്ന് കാണുന്ന ഒത്തിരി പേര് സാമ്പത്തികമായിട്ടൊക്കെ വലിയ കുഴപ്പമില്ല, വിദ്യാഭ്യാസപരമായിട്ടും വലിയ കുഴപ്പമില്ല. പക്ഷെ അവരൊക്കെ പലപ്പോഴും മാനസികമായൊരു ദാരിദ്ര്യത്തിലാണ്, ഒരു മെന്റൽ പോവർട്ടി, മാനസികമായൊരു ദാരിദ്ര്യം. നമ്മൾ ഏറെ കേൾക്കുന്ന ഒരു വാക്കാണ് വിഷാദം, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, OCD എന്ന് വേണ്ട എന്തെല്ലാം പേരുകളിലാണ്. അതൊക്കെ എല്ലാത്തിൻ്റെ ഓരോരോ വകഭേദങ്ങളാണ്. അവരൊക്കെ മാനസികമായിട്ട് ദരിദ്രം. പക്ഷെ ഈ മാനസികമായ ദരിദ്രരൊക്കെ വരുമ്പോൾ പലരും അവരെ പെട്ടെന്നൊക്കെ ഒഴിവാക്കും. അവന് ഭ്രാന്ത, വട്ട. ഒരു മനുഷ്യനെയൊക്കെ അപമാനിക്കാൻ ഏറ്റവും വലിയൊരു വാക്കാണ് വട്ട എന്നൊക്കെ പറയാം. പക്ഷെ ഈ വട്ട എന്നൊക്കെ പറയുന്ന നമ്മുടെ ലോകത്ത് വരുന്ന ഒരു ദരിദ്രനായി തീർന്ന ക്രിസ്തുവുണ്ട്. അവിടുത്തെ ഒരിക്കൽ അവരെ വിളിച്ചു, അവന് ഭ്രാന്ത, അവൻ ബേൽസെബൂലിനെ കൊണ്ടാണ് പുറത്താക്കുന്നത് ഭൂതങ്ങളെ. അവന് ഭ്രാന്ത, അവൻ പൈത്യക്കാരന്. അതുകൊണ്ട് തന്നെ എന്നും ഈ മാനസിക ദാരിദ്ര്യമുള്ളവരുടെ ലോകത്ത് അവരെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്, ദരിദ്രനായി തീർന്ന ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എവിടെയോ മനസ്സൊക്കെ ഒന്ന് വഴുതിപ്പോന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, ക്രിസ്തു. അവിടുത്തെ മൊഴി, ദരിദ്രരായി തീർന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞാനെന്നും ദരിദ്രന്റെ പക്ഷത്തെന്ന് പറഞ്ഞ ക്രിസ്തു ദരിദ്രപക്ഷത്ത്, ആ പക്ഷത്ത് ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.